ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുഴിപ്പനിയാരമാണ്. ഇതിന് വേണ്ടത് ഇഡ്ഡലി മാവോ ദോശമാവോ, സവോള, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച്, ഇതെല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. രാവിലത്തെ മാവൊക്കെ നമുക്ക് ബാലൻസ് വന്നാൽ വൈകിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇത് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ഇതായി വരുമ്പോഴത്തേക്കും നമ്മൾ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു 2 ടീസ്പൂൺ മറ്റും. അതൊന്നൊരു ഗോൾഡൻ കളറാകുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഒരുപാടങ്ങ് വഴറ്റണ്ട, ചെറിയൊരു പിങ്ക് കളറായി വരുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മാവിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പിടാൻ. മാവിന് പുളിപ്പ് കൂടുതലാണെങ്കിൽ ഉപ്പ് അതനുസരിച്ച് കുറയ്ക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മാവിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ മാവുമായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടി. അത് ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഞങ്ങൾ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുക്കുന്നത്. ഇതിന് വേണ്ടി സെപ്പറേറ്റ് ചട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഉണ്ണിയപ്പ ചട്ടിയാണ്. ഇതിൽ ഓരോ കുഴിയിലും എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തിളച്ചതിന് ശേഷം ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ അകം വേവാൻ ചാൻസ് വളരെ കുറവാണ്. അകം നല്ലതുപോലെ വേവണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം. ഈ കുത്തി നോക്കുമ്പോൾ നമ്മളുടെ മാവ് അതിനകത്ത് പറ്റുകയാണെങ്കിൽ വെന്തിട്ടില്ല. അപ്പോൾ നമ്മളത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചട്നി ആയിട്ടോ സാമ്പാറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൂടെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ.